നമസ്കാരം. യേശുവും കനാന്യ സ്ത്രീയും തമ്മിലുള്ള വാദപ്രതിവാദമാണ് ധ്യാന വിഷയം. തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള അപേക്ഷയുമായിട്ടാണ് അവളുടെ വരവ്. സത്യത്തിൽ വലിയൊരു അവഗണനയാണ് ആദ്യഘട്ടത്തിൽ അവൾ നേരിടുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്ത ദൈവം, പിന്നെ നൽകിയപ്പോഴാകട്ടെ അത് തർക്കുത്തരവും, ഒടുവിൽ വലിയ അധിക്ഷേപവും കേൾക്കേണ്ടി വരുന്നു. പൊതുവെ ഈ ഭാഗത്തെ വിശേഷിപ്പിക്കാറുള്ളത് ജീസസ് വാസ് ടെസ്റ്റിംഗ് ദ വുമൺ ആസ് ടു ഹെർ ഈഗർനെസ് ആൻഡ് ഡ്രോയിങ് ഔട്ട് ഹെർ ഫെയ്ത്ത് എന്നാണ്. അവൾ തൻ്റെ വിശ്വാസ സ്ഥിരതയാൽ തൻ്റെ പ്രാർത്ഥനയ്ക്ക് നിവൃത്തി നേടിയെന്നാണ് തിരുവെഴുത്ത് സാക്ഷിക്കുന്നത്. ശരിക്കും നാം ഓർത്തെടുത്താൽ അവളൊരമ്മയാണ്. സത്യമായും ഒരമ്മയിൽ നിന്നല്ലാതെ ഇത്രയും കുലീനമായ താഴ്മയുടെ സ്ഥായീഭാവം പ്രതീക്ഷിക്കാനാവില്ല. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ മാതാവ് മോണിക്ക 30 വർഷങ്ങളാണ് തൻ്റെ മകൻ്റെ മാനസാന്തരത്തിനായി കണ്ണീരോടെ അപേക്ഷിച്ച് തീർത്തത്. ഭൂമിയേക്കാൾ ഗുരുവായതാണ് അമ്മ എന്ന ധർമ്മപുത്രവാക്യം നമ്മുടെ സ്മരണകളിലൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ എന്തൊരു ആഴക്കുറവാണ്. ഉത്തരം കിട്ടാതെ വന്നാൽ അപ്പോൾ തന്നെ നാം ഇട്ടിട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഡിവോഴ്സ് വരെയാണ് ആവശ്യപ്പെടുന്നത്. തങ്ങളെ അംഗീകരിക്കുന്നവരെ മാത്രമല്ലേ നമ്മളും അംഗീകരിക്കേണ്ടതുള്ളൂ. അതും പോരാഞ്ഞിട്ട് ജാതിഭേദവും കുടുംബ പശ്ചാത്തലവും ഒക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തിയാലോ? സഹിക്കില്ല നമ്മൾ. ഒടുവിലത്തെ അധിക്ഷേപത്തിന് തക്ക മറുപടിയും നൽകാതെ മടങ്ങുകയുമില്ല നമ്മൾ. മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധം തന്നെ എത്രമേൽ ദുർബലമാണ്. അപ്പോഴാണ് ഇവിടെ ഒരു സ്ത്രീ ദൈവത്തോടുള്ള മനുഷ്യബന്ധം എത്രമേൽ അഹന്താരഹിതമായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് അവളുടെ പ്രാർത്ഥന എന്നതും നിസ്വാർത്ഥമായ ഒരു ആന്തരിക സൗന്ദര്യത്തിലേക്ക് അവളെ വീണ്ടും ഉയർത്തുന്നുണ്ട്. പൗലോസിൻ്റെ വരികളുണ്ടല്ലോ, വി നോ ദാറ്റ് സഫറിംഗ് പ്രൊഡ്യൂസസ് പെർസിവിയറൻസ്, പെർസിവിയറൻസ് ക്യാരക്ടർ, ആൻഡ് ക്യാരക്ടർ ഹോപ്പ്, ആൻഡ് ഹോപ്പ് ഡസ് നോട്ട് പുട്ട് us to shame, because God's love has been poured out into our hearts through the Holy Spirit who has been given to us. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ പഠിക്കണം നമുക്ക്. നമസ്കാരം.